കുഞ്ഞാപ്പാന്റെ ക്യാമറയ്ക്ക് മുന്നിലെ കോരളം ഇംഗ്ലീഷ് സ്പെല്ലിംഗ് കണ്ട് നാട്ടുകാരെല്ലാം കൂടി വളഞ്ഞിട്ട് പൊങ്കാല ട്രോൾ ഇട്ടപ്പോൾ ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെ പറയാതിരിക്കും? അമ്മാതിരി ട്രോളുകളല്ലേ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പാറിപ്പറന്ന് നടന്നത്. കുഞ്ഞാപ്പാന്റെ MBA ബിരുദവും അദ്ദേഹത്തിന്റെ മേന്മയെക്കുറിച്ച് ലീഗുകാരെല്ലാം തട്ടിവിട്ടുകൊണ്ടിരുന്നിടത്താണ് കഴിഞ്ഞ ദിവസം സകലതും പൊളിച്ചുകൊണ്ട് കേരളത്തിന്റെ സ്പെല്ലിംഗ് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയത് നാട്ടുകാർ കണ്ടതും. ആദ്യം ഒരു ജട്ടലും പിന്നെ ലീഗിന്റെ MBA-കാരന്റെ നിലവാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ അദ്ദേഹം തന്നെ തുറന്ന് തെറ്റേറ്റു പറഞ്ഞു. പക്ഷെ അതിന്റെ ഇടയിലൂടെ ഒരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങോട്ട് ഒക്കത്തില്ല കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾ കേൾക്കണം. സോഷ്യൽ മീഡിയ കുറിപ്പിലെയാണ് പുതിയ കാലഘട്ടത്തിലെ ട്രോൾ പൊങ്കാലയ്ക്ക് ഒടുവിൽ കുഞ്ഞാപ്പ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന പരിപാടിയിൽ ആശംസകൾ കുറിക്കുന്നതിനിടയിൽ എനിക്ക് പറ്റിയ ചെറിയൊരു അക്ഷരപ്പിശക് വെച്ചുള്ള ട്രോളുകൾ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളുടെ ട്രോളുകളെല്ലാം ഞാൻ കണ്ടു കേട്ടോ. എഴുതുന്നതിനിടയിൽ ചുറ്റും ആളുകൾ സംസാരിക്കുന്നത് കേട്ടപ്പോഴുണ്ടായ ചെറിയ ആശയക്കുഴപ്പത്തിൽ സംഭവിച്ചൊരു തെറ്റാണത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും. ജനങ്ങളുടെ വിമർശനങ്ങളെയും അഭിപ്രായങ്ങളെയും തികഞ്ഞ ജനാധിപത്യ ബോധത്തോടെ കേൾക്കുകയും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യും. ജനങ്ങൾക്ക് എപ്പോഴും വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള പൂർണ്ണ അധികാരമുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് UDF-ന്റെയും ഈ സർക്കാരിന്റെയും എന്റെയും നയം. ഈ സ്നേഹത്തിനും തിരുത്തലുകൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ആ കോരളം സ്പെല്ലിംഗ് വെച്ചിട്ട് ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്തായാലും കുഞ്ഞാപ്പയല്ല എന്ന് ഉറപ്പാണ്. ഏതോ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ കുഞ്ഞാപ്പ. തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുന്നതും അത് തിരുത്തുന്നു എന്ന് പറയുന്ന ജനാധിപത്യ ബോധത്തെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ ഒരു എസ്കേപ്പ് തന്ത്രം അടിച്ചത് അങ്ങോട്ട് ശരിയായില്ല എന്ന് പറയാണ്. അത് ആദ്യം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന പരിപാടിയിൽ ആശംസകൾ കുറിക്കുന്നതിനിടയിൽ എനിക്ക് പറ്റിയ ഒരു ചെറിയ അക്ഷരപ്പിശക് വെച്ചുള്ള ട്രോളുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ചെറിയ അക്ഷരപ്പിശക്. കേരളത്തിന്റെ സ്പെല്ലിംഗ് KAOERALAM എന്നൊക്കെ എഴുതി വെച്ചിട്ട് അതിനെ ഒരു ചെറിയ അക്ഷരപ്പിശക് അല്ല കുഞ്ഞാപ്പ. കേരളം എന്ന നമ്മുടെ നാടിന്റെ പേര് നിങ്ങൾ ഇങ്ങനെ എഴുതുകയും അവർ പറഞ്ഞ വാചകം എന്ത്, നിങ്ങൾ എഴുതിയത് എന്ത് എന്ന് നാട് കാണുമ്പോൾ അത് ആൾക്കൂട്ടത്തിന്റെ തെറ്റല്ല, അത് സ്വന്തം തെറ്റാണ്. അത് എനിക്ക് പറ്റിയൊരു പിശകായിപ്പോയി എന്നങ്ങ് സമ്മതിക്കുന്നതാണ് അന്തസ്. അതിനോടൊപ്പം എഴുതുന്നതിനിടയിൽ ചുറ്റും ആളുകൾ സംസാരിക്കുന്നത് കേട്ടപ്പോഴുണ്ടായ ചെറിയ ആശയക്കുഴപ്പത്തിൽ സംഭവിച്ചൊരു തെറ്റാണ്. ആൾക്കാർ സംസാരിക്കുന്നതും നമ്മുടെ ഉള്ളിലുള്ള അറിയാവുന്ന ഒരു കാര്യം എഴുതുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിൽ ഏതെങ്കിലും ഒരു വാക്ക് മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിന്റെ സ്പെല്ലിംഗ് ഇതുവരെ നിഘണ്ടുവിലില്ലാത്ത ഒരു രീതിയിൽ എഴുതി വെച്ചിട്ട് ആ പറഞ്ഞ ന്യായീകരണത്തോടും വിയോജിപ്പുണ്ട്. എന്തായാലും തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. കുഞ്ഞാപ്പ അത് തിരുത്താൻ തയ്യാറായതിൽ നല്ലതാണ്. ഇത്തരം പൊതു ഇടങ്ങളിൽ നിൽക്കുമ്പോൾ സാമാന്യമായി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഒരു രാഷ്ട്രീയക്കാരന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അത് ചെയ്യാത്തതിൽ സംഭവിച്ച പിഴവിന് ആൾക്കൂട്ടത്തിൻ്റെതാണ് തെറ്റ് എന്ന് പറയാൻ ശ്രമിക്കേണ്ട, നിങ്ങളുടേതാണ് തെറ്റ്. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒരിക്കലും പരസ്യമായി എഴുതേണ്ടി വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എല്ലാ വാക്കുകളുടെയും സ്പെല്ലിംഗ് എല്ലാ മനുഷ്യർക്കും അറിയണമെന്നൊന്നുമില്ല. പക്ഷേ കേരളം എന്ന വാക്ക് തെറ്റിയത് കൊണ്ടാണ് ട്രോൾ വന്നത്. ഇംഗ്ലീഷ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമെന്ന് അവിടെ കാണിക്കാൻ പോയതല്ലേ തെറ്റ്. എനിക്കൊന്നും അതിൽ എഴുതാൻ ഇല്ല എന്ന് പറഞ്ഞു ഒഴിയുന്നതായിരുന്നു അന്തസ്സെന്ന് മാത്രമാണ് കുഞ്ഞാപ്പയോട് പറയാനുള്ളത്. ഇന്നലകളിൽ നിങ്ങളുടെ അണികൾ ബാക്കിയുള്ളവരുടെ ഇംഗ്ലീഷിനെ പരിഹസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ നമുക്കും ഇത് പറ്റും, അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വിലക്കാത്തത് കൊണ്ടാണ് ആ കോരളം വാക്കിൽ കുഞ്ഞാപ്പ ഏറിൽ പോയി എന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്.